يملكون شيئا ولا يعقلون. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തു സുമറിലെ 45-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിൻ്റെ പാരായണങ്ങളും പാരായണ നിയമങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ വാക്കർത്ഥങ്ങളും ഒരുമിച്ചുള്ള അർത്ഥവുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയെടുത്തു. ഇനി അതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രാജാധികാരം, അവൻ്റെ പരമാധികാരം അത് എടുത്തു പറയുകയും അത് അംഗീകരിക്കുക എന്നത് റബ്ബിൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ്റെ ബാധ്യതയായി സൂചിപ്പിക്കുകയും ചെയ്തു. അതാണ് അള്ളാഹുവിന് മാത്രം മനുഷ്യന് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ പരമാധികാരവും അള്ളാഹുവിൻ്റെ രാജാധികാരവും അള്ളാഹുവിന് എന്തെല്ലാം നാമഗുണവിശേഷണങ്ങളുണ്ടോ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരാൾ അവന് കീഴ്പ്പെടുകയും വഴിപ്പെടുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയാം. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് അതാണ്. എന്നാൽ കാലാകാലങ്ങളിൽ മനുഷ്യന്മാർ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുകയും ഏറ്റവും ഗുരുതരമായ ഷിർക്ക് എന്ന അപരാധം, തിന്മ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഷിർക്കാകുന്ന തിന്മ അവരിലേക്ക് വന്നത് എന്ന് അള്ളാഹു ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ പുറമെ അവർ ചില ശുപാർശകരെ സ്വീകരിച്ചു എന്നത്. അതാണ് ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അപ്പം ഷഫാഅത്തിൻ്റെ ആയത്ത് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യം, ഷഫാഅത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയാതെ അള്ളാഹുവിനാകുന്നു എല്ലാ ഷഫാഅത്തും എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രാജാധികാരം അള്ളാഹുവിനാകുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇനി ഈ ആയത്തും ഇതിനു ശേഷം നമ്മൾ പഠിക്കുന്ന ഈ 45-ാമത്തെ ആയത്തും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയ ഒരു ദിക്റിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഈ ആയത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത് ഒന്നുകൂടി അർത്ഥം പറയാം. വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അർത്ഥം പറഞ്ഞോടെ. വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, വൈദാ ദുക്കിറല്ലാഹ്, അല്ലാഹു ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിപ്പിക്കപ്പെട്ടാൽ, വഹ്ദഹു അവനെ മാത്രം, അള്ളാഹുവിനെ മാത്രം, അള്ളാഹു അവനെ മാത്രം ഓർമ്മിപ്പിക്കപ്പെട്ടാൽ. എന്നാൽ അള്ളാഹു മാത്രം എന്ന് പറയുന്നത്, അള്ളാഹു അവനെ മാത്രം ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു 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 എന്ന് പറയുകയും അതിൻ്റെ കൂടെ ചില ആളുകളെ കൂടി സങ്കല്പിക്കുകയും ആളുകളെ കൂടി ഏറ്റെടുക്കുകയും ചെയ്ത, ഇബാദത്തിൽ പങ്കു ചേർക്കുകയും ചെയ്ത ആളുകൾ, അവരോട് അള്ളാഹു എന്ന് മാത്രം പറയപ്പെട്ടാൽ എന്താ അവസ്ഥ? വായിക്കേ, ആയത്ത് കണ്ടില്ലേ? ആയത്ത് വായിക്കേ. എന്താണ് ഇഷ്മഅസ്സത്ത്? എന്താ ഇഷ്മഅസ്സ പറഞ്ഞാല്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്.
അള്ളാഹു എന്ന് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ ഇഷ്മഅസ്സ. എന്താണ് ഇഷ്മഅസ്സ പറഞ്ഞാല്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തല്ല. ഇഷ്മഅസ്സത്ത് എന്താണ് അവർക്കുണ്ടാകുന്ന അവസ്ഥ? അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഇഷ്മഅസ്സത്ത്, ഇഷ്മഅസ്സ പൊറുതുകേട് കാണിക്കും, അസഹ്യത അനുഭവപ്പെടും. അസഹ്യത ഒരു തരം പൊറുതികേട് കാണിക്കും. ഇവിടെ ആരാണ് പ്രതികേട് കാണിക്കുക? ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങളിൽ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങളിൽ ഒരു പൊറുതികേട്, അസഹ്യത അനുഭവപ്പെടും. മനസ്സിലാകണ്ട പറയണത്? അള്ളാഹുവിനെ മാത്രം പ്രസ്താവിക്കപ്പെടുക, വഹ്ദ എന്ന് പറഞ്ഞതാണ്. വഹ്ദ, അള്ളാഹിനെ മാത്രം. അള്ളാഹുവിനെ മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ അള്ളാഹ് എന്ന് മാത്രം, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വലിയൊരു പൊറുതികേടാണ്. മനസ്സിലാകണ്ട? ഒരു അസഹ്യതയാണ്. ആർക്കാണത്? അല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിനാണ് ഈ പൊറുതികേട് തോന്നുന്നത്. ലാ യുഅ്മിനൂന ബിൽആഖിറ. എന്നാൽ ബാക്കി വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെ, അള്ളാഹുവിന് പുറമെയുള്ളവരെ കൂടി പ്രസ്താവിക്കപ്പെട്ടാൽ ഇദാഹും, അപ്പോൾ അവരതാ യസ്തബിശിറൂൻ, അവർ ഭയങ്കരമായി സന്തോഷം കൊള്ളുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കൂടെ വേറെ ആരെങ്കിലും കൂട്ടി പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും ഉണ്ടാവും. യസ്തബിശിറൂൻ, അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. അർത്ഥം മനസ്സിലായില്ലേ? എന്താണ്? വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഇഷ്മഅസ്സത്ത്, പൊറുതികേട് കാണിക്കും, അസഹ്യത കാണിക്കും. ആര്? ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾക്ക് അതൊരു പൊറുതികേട് ആയിരിക്കും. വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവരെ കൂടി പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹുവിന് പുറമെയുള്ളവരെ കൂടി പ്രസ്താവിക്കപ്പെട്ടാൽ ഇദാഹും യസ്തബിശിറൂൻ, അവരതാ സന്തോഷം കൊള്ളുന്നവരായി തീരുകയും ചെയ്യും. ഇത് നമ്മളെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പച്ചയായ ഷിർക്കിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളിൽ വരെ നടക്കുന്ന ഷിർക്കിന്റെ ഒരു രൂപം അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? നമ്മളെ സങ്കടങ്ങളും ആവലാദികളും വേവലാദികളൊക്കെ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് മതിയാവൂല. അവർ ഹൃദയങ്ങൾക്കൊരു തൃപ്തി വരൂല. അവർക്ക് എന്ത് ചെയ്യണം? ജാറത്തിലേക്ക് പോകണം, മക്ബറകളിലേക്ക് പോകണം, പുണ്യാത്മാക്കളെ തേടിപ്പോകണം, അവരോടുകൂടി സങ്കടം പറയണം, അവരോടുകൂടി വേവലാദികൾ പറയണം. ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിനൊരു റാഹത്ത് കിട്ടുള്ളൂ. ഈ ഒരു അവസ്ഥ ഒന്ന് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? ഇതന്നെയല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹിനെ പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹിനെ മാത്രം പ്രസ്താവിക്കപ്പെട്ടാലാണ് ഉണ്ടാകുന്നത്? ഈ ഒരു അസഹ്യത, ഒരു പൊറുതികേട് ഇവർക്കുണ്ടാകുന്നത്. അപ്പൊ 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചേർത്ത് പഠിക്കണം. ഒന്ന്, അള്ളാഹുവിലേക്ക് മാത്രം എന്ന് പറഞ്ഞു. ഈ അസഹ്യത അനുഭവപ്പെടുന്ന ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തൊരു വിശ്വാസവും ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ മുകളിൽ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ വാക്കുകൾ അള്ളാഹുവിന് ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് സുമ്മ ഇലൈഹി തുർജഊൻ, ഈ ഒരു ആശയം കൂടി നമ്മളെ മനസ്സിൽ വെക്കണം. അതുകൂടി ചേർത്തിട്ട് വേണം നമ്മളിത് പഠിക്കാൻ. ഞാൻ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. എന്താണെന്നറിയാം? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എന്തിനാ പഠിച്ചത്? അള്ളാഹു മനുഷ്യനെ എന്തിനു പഠിച്ചു? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പഠിച്ചു, അല്ലേ? എത്ര സൃഷ്ടികളുണ്ട്?
ഭൂമിയിൽ പ്രധാനമായും എത്ര സൃഷ്ടികളുണ്ട്? പ്രധാനപ്പെട്ട എത്ര സൃഷ്ടികളുണ്ട്? 3 സൃഷ്ടികൾ. ആരൊക്കെ? മനുഷ്യൻ, ജിന്ന്, മലക്ക്. അല്ലേ? മനുഷ്യൻ, ജിന്ന്, മലക്ക്. ഇതിൽ അള്ളാഹുവിനെ ആരാധിക്കാനല്ലേ ഈ വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചത്? അല്ലേ? ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. എന്നാൽ ജിന്നിനെയും മലക്കിനെയും അള്ളാഹു എടുത്ത് പറഞ്ഞവർ ശ്രദ്ധിക്കണേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പടച്ചത് എന്ന് പറഞ്ഞപ്പോൾ മലക്കളെ പറഞ്ഞില്ല. എന്താ കാരണം? എന്തായിരിക്കും കാരണം? മലക്കുകളെ പറയാതിരിക്കാൻ കാരണം? മലക്കുകളെ അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ലേ? അല്ലേ? മലക്കളെയും അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചത്. പക്ഷെ മലക്കൾ അവിടെ അള്ളാഹ് പറഞ്ഞില്ല, ജിന്നിനെയും മനുഷ്യനെയും പറഞ്ഞു. എന്തായിരിക്കും കാരണം? ജിന്നുകളും മനുഷ്യർക്കും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യന്മാർ മാറും. അള്ളാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യും. ആര്? അതുകൊണ്ടാണ് അള്ളാഹ് ആ വാക്ക് അവിടെ പ്രത്യേക മാ ഖലഖ്, ജിന്നിനെയും മനുഷ്യനെ ഇബാദത്ത് ചെയ്യാൻ സൃഷ്ടിച്ചു എന്നല്ല അള്ളാഹ് പറഞ്ഞത്. എന്താ ആയത്ത്? ആയത്ത് അങ്ങനെയാണോ? ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നാണ്. മലക്കുകളെ കാര്യം അള്ളാഹ് പറയാതിരുന്ന മലക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മലക്കുകൾക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ പറ്റൂല. ഒരു മലക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, പുറമെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ പോലും ആർക്ക് പറ്റൂല? മലക്കിന്റെ പ്രകൃതി എന്താ? പ്രകൃതി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കാല് ബാക്കിലേക്കേ മടങ്ങുള്ളൂ. അല്ലേ? അതിന്റെ പ്രകൃതി അതല്ലേ? അല്ലെ? മുട്ട് ബാക്കിലേക്കല്ലേ മടങ്ങുള്ളൂ. മുട്ട് ഇങ്ങോട്ട് മടക്കണം എന്നൊരാൾ വിചാരിച്ചാൽ മടങ്ങോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ പൊട്ടിക്കണം. അല്ലേ? അതിന്റെ പ്രകൃതിയുടെ മാറ്റം വരുത്തണം. അള്ളാഹു ഓരോ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്, ആ പ്രകൃതി നടക്കുക. അപ്പൊ മലക്കിനെ സൃഷ്ടിച്ച പ്രകൃതി എന്താ? അവർക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ മലക്കിനെ അള്ളാഹ് പടച്ചത് എന്തിനാ? അള്ളാന്റെ കൽപ്പനകൾ അംഗീകരിക്കാനും അനുസരിക്കാനുമാണ് പടച്ചത്. പക്ഷെ അത് അള്ളാഹ് എടുത്ത് പറഞ്ഞില്ല. ഞാൻ അവരെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാനെന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? യഫ്അലൂന മാ തുമർ. അവര് ഞാൻ എന്താണോ പറയുന്നത് അവരത് ചെയ്യും, പ്രവർത്തിക്കും. അതാണ് പ്രകൃതി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? മനുഷ്യനും ജിന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ തെറ്റിപ്പോകും, മാറിപ്പോകും എന്നത് തന്നെയാണ്. മനസ്സിലായിട്ടുണ്ട് പറഞ്ഞത്? മനുഷ്യനെ അള്ളാഹ് പടച്ചപ്പോൾ മലക്കൾ ചോദിച്ച ചോദ്യം എന്താ? അള്ളാഹു മനുഷ്യനെ പടക്കുകയാണെന്ന് ആരോട് ആദ്യം പറഞ്ഞേ? മലക്കളോട്. അല്ലേ? വൈദകാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അപ്പോൾ അവരെന്താ ചോദിച്ചത്? കാലു അത്തജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ. രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഇവരെ നീ എന്തിനാ സൃഷ്ടിക്കുന്നത്? എങ്ങനെ വിളിക്കത് മനസ്സിലായത്? മനുഷ്യന്മാര് ഭൂമിയിൽ രക്തം ചിന്തും, മനുഷ്യന്മാര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായത്? അവിടെയാണ് കുറച്ച് കാര്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ അള്ളാഹു ആദ്യം പടച്ചത് ജിന്ന് വർഗത്തെയാണ്. ഭൂമിയിൽ ആദ്യം പടച്ച വർഗം ഏതാ? ഭൂമിയിൽ ആരാ ഉണ്ടായിരുന്നത്? ജിന്നുകളെ ഉണ്ടായിരുന്നത് ഭൂമിയിൽ. ആ ജിന്നുകൾ അള്ളാഹ് എന്തിനാ പടച്ചത്? അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി പടച്ച സൃഷ്ടിയായിരുന്നു ആര്? ഭൂമിയിൽ ജിന്നുകൾ. പക്ഷെ ആ ജിന്നുകൾ പരസ്പരം കൊല നടത്തുകയും, ജിന്ന് വർഗത്തെക്കുറിച്ച് ഇനി കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മളെ MMA ക്ലാസ്സിൽ ജിന്ന് വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ജിന്നിൻ്റെ ആലമുൽ ജിന്ന് എന്ന് പറഞ്ഞൊരു വിഷയം നമ്മളിവിടെ പഠിപ്പിച്ചു വരുന്നുണ്ട്. അതിൽ പറയുന്ന നമ്മൾ ഇൻഷാല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ജിന്നുകൾക്കിടയിൽ വിവാഹം നടക്കുന്നുണ്ട്. അവർക്കിടയിൽ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഗോത്രമുണ്ട്, സൈന്യമുണ്ട്. ആ സൈന്യത്തിൽ കാലാൾപ്പടയും കുതിരാൾപ്പടയും ഉണ്ട്, ഒക്കെ ഉണ്ട്. ആർക്ക്? ജിന്നുകൾക്കിടയിൽ. അള്ളാഹ് ഖുർആനിൽ വ്യക്തമായിട്ട് പറയാം. നമുക്ക് കണ്ണോട് കാണാൻ കഴിയാത്ത ജീവിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? സൃഷ്ടിച്ച പടച്ച അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ അവരുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം അവർ യുദ്ധം ചെയ്ത് കുഴപ്പമുണ്ടാക്കി, ഫസാദ് ഉണ്ടാക്കി. ഇതൊക്കെ ആര് കണ്ടിട്ടുണ്ട്? മലക്കൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ ജിന്നുകളെ പടച്ച എന്തിനാണോ പടച്ചത് അതേ ഉദ്ദേശമാണ് അള്ളാഹു ആരെ പടക്കാൻ പോണേ? മനുഷ്യനെ പടക്കാൻ പോണത്. ജിന്നിനെ ഭൂമിയിൽ അള്ളാഹ് പടച്ചത് എന്തൊരു ഉദ്ദേശത്തിനാണോ അതേ ഉദ്ദേശത്തിന് ആരെ പടക്കാൻ പോണേ? മനുഷ്യനെ പടക്കാൻ പോണത്. അതുകൊണ്ടാണ് മലക്കൾ എന്ത് ചോദിച്ചത്? ഇനിയും ഇങ്ങനെ രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു വർഗത്തെ ഭൂമിയിൽ ഉണ്ടാക്കണോന്ന് ചോദിച്ചത്. കാരണം അതേ ലക്ഷ്യത്തിന് സൃഷ്ടിക്കുന്ന സൃഷ്ടിയായതുകൊണ്ടാണ്. ഇവിടെയാണ് ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്. അതെന്താന്ന് വെച്ചാൽ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ എൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹുവിലെ മനുഷ്യനെ പടച്ചു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു, അവർക്ക് മക്കളായി, മക്കൾക്ക് മക്കളായി, ഒരു സമൂഹമായി. ഭൂമിയിൽ ആകെ ഒറ്റപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം. പിന്നെ ഒരു സമൂഹമായി മാറിയത് ഏത് കാലത്താണ്? നൂഹ് നബിന്റെ കാലത്താണ്. നൂഹ് നബിന്റെ കാലത്താണ് എന്താണത്? ഒരു സമൂഹമായി മാറുന്നത്. ഒരു ഏരിയ, ഒരു അങ്ങാടി മാത്രം ഭൂമിയിൽ, ഒരൊറ്റ അങ്ങാടി. അവിടെ കുറച്ച് കുടുംബങ്ങൾ അതേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് എന്ത് വന്നത്? വെള്ളപ്പൊക്കം വന്ന് അന്ന് അവിടെ മാത്രമേ മനുഷ്യന്മാരുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യന്മാരും മരിച്ചു, 80 പേരെ ഒഴികെ. ആ 80 പേര് നൂഹ് നബിന്റെ കൂടെ എവിടെ കയറി? കപ്പലിൽ കയറി. ആ കപ്പൽ വെള്ളം ഇറങ്ങിയപ്പം ആ കപ്പലിൽ നിന്ന് അവർ ഇറങ്ങി. ആ ഇറങ്ങിയ ആൾക്കാരാണ് ആര്? ആ ഇറങ്ങിയ ആൾക്കാർക്ക് എന്താ പറയാ? ആ കപ്പലിൽ നിന്ന് നൂഹ് നബിയുടെ ജനതയാണ് കപ്പലിൽ കയറിയത്. കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആ ജനത, കപ്പലിൽ നിന്ന് ഇറങ്ങി ആ ഭൂമിയിൽ താമസമാക്കിയ ജനതക്ക് എന്താ പറയാ? അവർക്ക് പറയുന്ന പേര് ഇറം ഗോത്രം എന്നാണ്. എന്താ പറയാ? ഇറം ഗോത്രം. ആ ഇറം ഗോത്രമാണ് ആദ് സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാകണ്ട? ഈ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ മരണപ്പെടുകയും മനുഷ്യന്മാർ മൊത്തം പോയി. കാരണം അവിടെ മനുഷ്യന്മാരുള്ളൂ, ഇവിടെ ഒന്നും മനുഷ്യന്മാരില്ല. അവർ മുഴുവനും നശിപ്പിക്കപ്പെടുകയും ഈ 80 പേര് കപ്പലിൽ നിന്ന് ഇറങ്ങി 80 പേര് അവർ ഭൂമിയിൽ താമസമാക്കി. ആ ഗോത്രമാണ്, ആ നൂഹ് നബി മരണപ്പെട്ടു പോയി. പിന്നീട് അവരുടെ മക്കൾക്കുണ്ടായ ആ ഭൂമിയിലെ ഗോത്രത്തിനാണ് ഇറം ഗോത്രം എന്ന് പറയുക. അതാണ് ആര്? ആദ് സമൂഹം. നൂഹ് നബി എന്തിനാ കപ്പലിൽ കയറി പോകുന്നത്? എന്തിനാ പോകുന്നത്? അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നൂഹ് നബി എന്താക്കിയത്? കപ്പൽ കയറി പോകുന്നത്. ആ 80 പേര് അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാരായിരുന്നോ? അല്ലേ? ആയിരുന്നു. അപ്പൊ കപ്പൽ ഇറങ്ങിയ ആൾക്കാർ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അവർക്ക് മക്കളായപ്പോ എന്തായി? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം വഹദ എന്ന കാര്യമാണ്. എന്താണ് വഹദ? വഇദാ ദുക്കിറല്ലാഹു വഹദ. ആ പോയിന്റ് മറക്കരുത് കേട്ടോ. വഹദ, ഈ വഹദ എന്നതില്ല. അള്ളാഹുവിനെ അംഗീകരിച്ച ആൾക്കാരാണ് ഭൂമിയിൽ ഏറെയുള്ളത്. പക്ഷെ അംഗീകരിക്കാൻ മടി എന്താ? വഹദ. എന്താണ്? എന്താ വഹദ പറഞ്ഞാല്? വഹദ മാത്രം, അള്ളാഹനെ മാത്രം, ഒറ്റക്ക് വഹദ. വഹദ എന്താണ്? മനസ്സിലാണ്ട പറഞ്ഞത്? അത് അംഗീകരിക്കാനാണ് അവർക്ക് പ്രയാസം ഉണ്ടായത്. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും മറിക്കുക, സൂറത്ത് ആറാഫ് 7-ാം അധ്യായം. 7-ാം അധ്യായം സൂറത്ത് ആറാഫ്. അതിലെ 65 മുതലുള്ള ആയത്തുകൾ നോക്കാം. 65 മുതലുള്ള ആയത്ത്. 7-ാം അധ്യായം ആറാഫ് കണ്ടില്ലേ? അതിലെ 65-ാമത്തെ ആയത്ത് വരെ ഓതിക്കോളൂ.
അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ, നൂഹ് നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ തൊട്ടു മേലെ നമ്മൾ ഓതി ആയത്തിൽ ശ്രദ്ധിക്കാം. വൈല ആദിൻ അഹാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹൂദിനെ നാം അയച്ചു. ആയത് ശ്രദ്ധിക്കണേ, ഖുർആൻ നോക്കണേ, ആയത് ശ്രദ്ധിക്കണം. അതിൻ്റെ മേലുള്ള ആയത്തൊക്കെ നൂഹ് നബിൻ്റെ സംഭവം, കപ്പലേക്ക് കയറ്റിയ സംഭവമൊക്കെയാണ് ആ മേലുള്ള ആയത്തിൽ പറയണത്. അദ്ദേഹം പറഞ്ഞു, യാ കൗമ അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഇലാഹും ഉണ്ടാകാൻ പാടില്ല. എന്താ ഈ പറഞ്ഞത്? അള്ളാഹിനെ ആരാധിക്കുന്നവർ തന്നെയാണ് അവര്. പക്ഷെ അവർ അള്ളാഹിനെ മാത്രം ആരാധിക്കൂല. അതാണ് പ്രശ്നം. ഈ ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹിനെ ആരാധിക്കണം, പക്ഷെ അള്ളാഹിൻ്റെ കൂടെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത്. ഇന്നത്തെ നമ്മളെ മുസ്ലിം സമൂഹത്തിന് അതേ അവസ്ഥ തന്നെയാണ്. ഇന്നത്തെ മുമ്പുള്ള സമൂഹത്തിലൊക്കെ അള്ളാഹിനെ ആരാധിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? അള്ളാഹിൻ്റെ പുറമെ ചില ആൾക്കാരും കൂടി ആരാധിക്കുക. അല്ല, അള്ളാഹിനെ ആരാധിക്കാത്ത പ്രശ്നമല്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ബാക്കി അഫലാ തത്തക്കൂൻ, എന്താ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത്? അപ്പൊ അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തഖ്വ. ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമി, ഞാൻ വായിക്കുന്നിടത്ത് കൈവെക്കണം, നിങ്ങൾ കൈവച്ചിട്ട് നോക്കണം. അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട അവിശ്വാസികളിലെ പ്രമാണിമാര് പറഞ്ഞു, ഇന്നാല നറാക ഫീ സഫാഹ, നിന്നെ ഞങ്ങൾ ഒരു വിഡ്ഢിയായിട്ടാണ് കാണുന്നത്. നിനക്കെന്തൊക്കെയോ മൗഢ്യത, ഒരു വിഡ്ഢിത്തരണ്ട്. വൈന്നാല നദുന്നുക മിനൽ കാദിബീൻ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ കളവാണ് പറയുന്നത്, കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എൻ്റെ ജനങ്ങളെ, ലൈസ ബി സഫാഹ, എനിക്കൊരു സഫാഹത്തുമില്ല, എനിക്കൊരു മൗഢ്യവുമില്ല, ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല. വലാക്കിനി, എന്നാൽ ഞാൻ റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ള ഒരു റസൂലാണ് ഞാൻ. ഉബല്ലിയക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങളാണ്, മെസ്സേജുകളാണ്. അനലക്കും, ഞാൻ നിങ്ങൾക്ക് നാസിഹുൻ അമീൻ, സത്യസന്ധനായ ഒരു ഗുണകാംക്ഷയാണ്. ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയോടുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു പ്രവാചകൻ മാത്രമാണ്. അജിബത്തുമൻ ജാഅക്കും, നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണോ? ദിക്റും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള ഈ ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ വെറുതെ അത്ഭുതം കാണിക്കുകയാണോ? അലാ റജുലൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ, നിങ്ങളിൽപ്പെട്ട ഒരാള് നിങ്ങളുടെ റബ്ബിന്റെ ഉത്ബോധനവുമായി വന്നപ്പം നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? എന്തിനാണ് അയാൾ വന്നതിൽ? യുന്തിറക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടിയാണ്. വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഇത് ജഅലക്കും ഖുലഫാ മിൻ ബഅദി ഖൗമി നൂഹിൻ, കണ്ടാ, നൂഹിന്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ ഖലീഫമാരാക്കി, ഭൂമിയിൽ ഖലീഫമാരാക്കി. എന്താ ഖുലഫ എന്ന് പറഞ്ഞാൽ? വഇദ ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ആ ഖലീഫന്റെ ജമ്മാണ് ഖുലഫ, കണ്ടാ, പിൻഗാമികളാക്കി. വസാദക്കും ഫിൽ ഖൽഖി ബസ്തതൻ, സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ആകാര വലിപ്പം നൽകി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാറുന്നമാരല്ല, ഒരു സൃഷ്ടിപ്പിൽ ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരാണ്. അവർക്ക് സാധാരണ ഈ വീടൊന്നും ഇങ്ങനത്തെ ഹൈറ്റ് ഒന്നും മതിയാവൂല. അതുകൊണ്ടാണ് അവർ മലകൾ തുറന്ന് വീടുണ്ടാക്കിയതൊക്കെ. ബസ്തത്തൻ. വദ്കുറു ഫദ്കുറു, നിങ്ങൾ ഓർക്കണം, ആലാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. ഇനി അടുത്ത ആഴ്ച നല്ല ശ്രദ്ധിക്കട്ട, അടുത്ത ആഴ്ച ശ്രദ്ധിക്കുക. കാലു, അവര് പറഞ്ഞു, ആ ജിഗ്തന, നീ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ, നീ വന്നിരിക്കുകയാണോ, ലിനഅബുദല്ലാഹ വഹദ, കണ്ടാ, ലിനഅബുദല്ലാഹ വഹദ, അള്ളാഹിനെ മാത്രം ഞങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടാണോ നീ വന്നിരിക്കുന്നത്? ഞങ്ങൾ അള്ളാഹിനെ ആരാധിക്കണോ തന്നെയാണ്, പക്ഷെ അള്ളാഹിനെ മാത്രം വഹദ നീ ആരാധിക്കണം, അങ്ങനെയാണോ പറഞ്ഞത്? വനദറ മാക്കാന യഅബുദാബാന, ഞങ്ങളെ വാപ്പാർ ആരാധിച്ചതിനൊക്കെ ഒഴിവാക്കണം എന്നാണോ പറഞ്ഞത്? ഫഅ്തിന ബിമാ തഈദുന ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ നീ വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുപോവാ എന്നാണ്. ഇനി ശേഷമുള്ള ആയത്ത് അവർക്ക് ആ ശിക്ഷ വരുന്നതും അവർ നശിപ്പിക്കപ്പെടുന്നതും ഒക്കെയാണ്. ഇനി ഈ ആയത്തിൽ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവർ ചോദിച്ച ചോദ്യം എന്താണ്? എന്താണ്? വഹദ അല്ലേ? ഇതാണ് വിഷയം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആയത്തിലെ കണ്ടന്റ് എന്താ? നമ്മൾ പഠിക്കുന്ന ആയത്ത് എന്താണ്? വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു, വൈദാ ദുക്കിറല്ലാഹു വഹ്ദഹു. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കെല്ലാവരും, നമ്മൾ സാധാരണ നമ്മൾ ചെല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. കണ്ടാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു. എന്താണ് ആ വഹദ വരാൻ കാരണം? നമ്മൾ പഠിക്കണം.
ഈ ആയത്തുകളെയാണ് നമ്മൾ അതിലേക്ക് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്കത് ശരിക്കും കാണിച്ചു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, പിന്നെന്താണ്? ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അല്ലേ? നമ്മൾ ഷഫാഅത്തിന്റെ ആയത്ത് പഠിച്ചിട്ടാണ് ഇത് പഠിച്ചത്. അവിടെ എന്താ പറഞ്ഞത്? ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. കണ്ടാ, ആകാശഭൂമികളുടെ മുൽക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റുകൾ നമ്മൾ ഈ പറഞ്ഞ ആയത്തുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതകളായി റസൂൽ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ഹദീസ്, ഈ നമ്മൾ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് പറഞ്ഞാൽ റസൂൽ പറയാണ്, കേട്ടോളൂ. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമി മിഅത മറ, ഒരു ദിവസം പല സന്ദർഭങ്ങളിലായി 100 തവണ ഒരാൾ പറഞ്ഞാൽ കാനത്ത് ലഹു അദില അശ്രി റിഖാബി, 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. 2 വകുതിബ ലഹു മിഅതു ഹസന, 100 ഹസനത്ത് അവൻ്റെ മേൽ എഴുതപ്പെടും. വമുഹിയത്തു മിൻഹു മിഅതു സയ്യ, 100 തിന്മകൾ, അവൻ ചെയ്ത 100 തിന്മകൾ മായ്ക്കപ്പെടും. ഷൈത്താനിൽ നിന്ന് അവനത് ഭയങ്കരമായിട്ടുള്ള ഒരു സുരക്ഷയായിരിക്കും. രാവിലെ അത് ചെല്ലിയാൽ വൈകുന്നേരം വരെ വലം യഅതി അഹദുൻ ബി അഫ്ളൽ മിമ്മാ ജാ, ഇതുപോലെയുള്ള ഒരു ഇത്രയും ശ്രേഷ്ഠമായ ഒരു സംഗതി വേറൊരാളും അന്നേ ദിവസം കൊണ്ടുവരില്ല, അന്നേ ദിവസം ചെയ്തിട്ടുണ്ടാവില്ല. ഇത് 100 വട്ടം ഇത് പറഞ്ഞാൽ ഈ 100 വട്ടം പറഞ്ഞതിൻ്റെ കൂലിയോളം കിട്ടുന്ന ഒരു കൂലി അന്ന് ഒരാളും വേറെ ചെയ്തിട്ടുണ്ടാവില്ല. ഏത് അല്ലാതെ ഇല്ലാ റജുലിൻ അമല അക്റമിനു, നമ്മൾ ഈ പറഞ്ഞ ഇത് കൂട്ടി ചെയ്തവൻ ഒഴികെ. നമ്മൾ ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭൂമിയിൽ അതിനോളം മുന്തിയ കർമ്മം ഒരാളും വേറെ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ അത് ആ ഒരു 100 ഉള്ളത് വീണ്ടും ഒരു 100 പറഞ്ഞ ഒരാൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒഴികെയാണ്. മനസ്സിലായില്ല? ഇനി വേറൊരു ഹദീസുകൾ കേട്ടോളൂ. ഇതും കൂടി കേട്ടിട്ട് വേറെ കാര്യം പറയാനുണ്ട്. മൻ ഖാല ഹീന യഅ്വി ഇലാ ഫിറാശിഹി, ഒരാൾ രാത്രി കിടക്കാൻ വേണ്ടി പോയി. അങ്ങനെ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ ഹംദു വലഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞാൽ ഉഫിറത് ലഹു ദുനൂബുഹു, അവൻ്റെ അന്ന് ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും, തിന്മകളൊക്കെ പുറത്തു കൊടുക്കും. അപ്പം ഒരു സംശയം എന്നിട്ട് പറയാണ്, ഉറപ്പ് വരുത്തിയിട്ട് പറയാണ്, വഇൻ കാനത്ത് മിഥല സബദിൽ ബഹർ, കടലിലെ തിരയോളം, കടലിലെ നുരയോളം, കടലിലെ നുരയും പതയുണ്ടല്ല, ആ നുരയോളം പതയോളം തിന്മകൾ, കടലിലെ നുരയും പത എത്ര, അതിന് മാത്രം തിന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രാത്രി കിടക്കണ സമയത്ത് ഈ ദിക്ർ ചൊല്ലി കടന്നാൽ അവന് തിന്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഈ വിഷയം, ഈ പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, ഹസനത്ത് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞത് എവിടേക്കാണ്? ആഖിറത്തിലേക്കല്ലേ? ആഖിറത്തിലേക്കല്ലേ? അല്ലാഹ് എന്താ പറഞ്ഞത്? അല്ലദീന ലാ യുഅ്മിനൂന ബിൽ, ആർക്കാണ് അള്ളാഹനെ മാത്രം പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ എന്ന് പറഞ്ഞാൽ പൊറുതികടക്കാർക്കായിരിക്കും? അല്ലദീന ലാ യുഅ്മിനൂന ബിൽ, അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കി വെക്കണം. അപ്പം അതുകൊണ്ട് ഈ ആയത്ത് കേവലം ഒരു ആയത്തായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതല്ല, മറിച്ച് ഒരു മുസ്ലിമിൻ്റെ അഖീദയുമായി വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരായത്താണ് ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അള്ളാഹു തല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശവും നിറവേറ്റി തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്ന ഈ സമയം ഒരു കഫാറത്തായി നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു പ്രാശ്ചിത്തമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.